തങ്ങൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞാലൊന്നും തങ്ങൾ ഓണാഘോഷം നിർത്തത്തില്ല എന്ന രീതി തന്നെയായിരുന്നു അവര്. കാരണം ഇതിനോടുള്ള വാശി എന്നോണം തന്നെയാണ് ഓരോ സ്കൂളിലെ സെലിബ്രേഷനും കോളേജിലെ സെലിബ്രേഷനിലും തട്ടമിട്ട് തന്നെ, അത് ഹിജാബ് ഇട്ട് തന്നെ പലർക്കുള്ള മറുപടിയായിട്ട് താത്തമാര് കൊടുത്താൽ വളരെയധികം അനർത്ഥങ്ങളും സംഗതികളും. ഓണം തൂക്കി താത്തമാർ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് ഇപ്രാവശ്യം പറയുന്നത് കുറച്ച് ഉസ്താദുമാരും അതേപോലെ പാതിരിമാരും ഒക്കെയാണ്. നമുക്ക് ആദ്യമേ തന്നെ എന്തുകൊണ്ടാണ് ഇവർ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഉസ്താദിന്റെ വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. ആദ്യം വീഡിയോയിലേക്ക്. ഓണം കടന്നു വരികയാണല്ലോ, ആഘോഷങ്ങൾ കടന്നു വരികയാണല്ലോ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളാകുന്ന ചെറുപ്പക്കാരോട് പറയുകയാ, നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. നമ്മുടെ മക്കളിന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാൻ പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാൻ പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാൻ പാടില്ലോ. നിന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. ഈ ഉസ്താദ് പറയുന്നത് ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെയാണ്, അതുകൊണ്ട് ആ ഒരു ഓണം നമ്മൾ ആഘോഷിക്കാൻ പാടില്ല എന്നൊക്കെയാണ്. നമ്മുടെ സ്കൂളുകളിലും അതുപോലെ നമ്മുടെ നാട്ടുകാരും എല്ലാം ഇത് ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നതെങ്കിൽ ഒരു പാതിരി പറയുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. കാരണം ഈ ഓണം ആഘോഷം കഴിഞ്ഞാൽ സ്വർഗം നിങ്ങൾക്ക് 7 പതിറ്റാണ്ട് നിങ്ങൾ തലകുത്തി മറിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല എന്നാണ് പാതിരിയുടെ വർത്തമാനം. നമുക്ക് അതും കൂടി ഒന്ന് കേട്ടിട്ട് വരാം വീഡിയോയിലേക്ക്. ചവിട്ടിത്താഴ്ത്തി പാതാളത്തിലേക്ക് ഈ അസുരനെ വിടുന്നതിന് മുൻപ് ഒരാഗ്രഹം, വർഷത്തിലൊരിക്കൽ എനിക്ക് പാതാളത്തിൽ നിന്ന് വന്ന് എന്റെ പ്രജകളെ ഒന്ന് കണ്ടിട്ട് പോകണം. കാണാൻ വരുന്നുണ്ട് അടുത്ത ആഴ്ച. നമ്മളെല്ലാം സെറ്റ് കൊണ്ടുകൊടുത്ത് അത്തപ്പൂക്കളമിട്ട് ഇവനെ സ്വീകരിക്കാതിരിക്കണം. നമ്മുടെ പിതാക്കന്മാർക്ക് അക്ഷരം അറിയാത്തത് കൊണ്ടല്ല ഇതിനെയൊക്കെ നോന്ന് പറഞ്ഞത്. ആത്മനിറവ് പ്രാപിച്ച ദൈവമൈതലേ, ഇതൊക്കെ ആചരിച്ച് ഒഴുക്കിനൊത്തൊഴുകുന്ന നിനക്ക് സ്വർഗം കാലികടന്നാലും ഈയക്കട്ടി പറന്നു കയറിയാലും നിത്യതയ്ക്ക് അർഹതയില്ലെന്ന് വചനമൊപ്പ്. എന്തായാലും ഈ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്ന് പാതിരിമാരും ഉസ്താദുമാരും എല്ലാം അംഗം വെട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടുത്തെ താത്ത കുട്ടികൾ തെളിയിച്ചു കൊടുത്തു. തങ്ങളുടെ ഇക്കാര്യങ്ങളൊന്നും പറഞ്ഞാലൊന്നും തങ്ങൾ ഓണാഘോഷം നിർത്തത്തില്ല എന്ന രീതി തന്നെയായിരുന്നു അവര്. കാരണം ഇതിനോടുള്ള വാശി എന്നോണം തന്നെയാണ് ഓരോ സ്കൂളിലെ സെലിബ്രേഷനും കോളേജിലെ സെലിബ്രേഷനിലും തട്ടമിട്ട് തന്നെ, അത് ഹിജാബ് ഇട്ട് തന്നെ പലർക്കുള്ള മറുപടിയായിട്ട് താത്തമാര് കൊടുത്താൽ താത്ത കുട്ടികൾ കൊടുത്തത് ഓണാഘോഷം. കാരണം ഇത് ആഘോഷിക്കാൻ പാടില്ല, ഇത് ആഘോഷിക്കണം, ഇത് ബഹുദൈവ ആരാധനയുള്ള അവരുടെ അതാണ്, അവരാഘോഷിക്കാൻ പാടില്ല, അവരുടെ സദ്യയിൽ നമുക്ക് പങ്കെടുക്കാം, അല്ലെങ്കിൽ പൂക്കള മത്സരത്തിൽ നമുക്ക് പങ്കെടുക്കാം, അല്ലാതെ ഓണാഘോഷത്തിൽ അതിര് കിടന്ന് ആഘോഷിക്കരുത് എന്നൊക്കെ പല രീതിയിലും ഈ 2-3 വർഷങ്ങളായിട്ട് നമ്മൾ കേട്ട കുറച്ച് ആചാരങ്ങളായി. എന്തൊക്കെയാണ് സ്കൂളിലൊക്കെ നടക്കുന്നത് ആഘോഷത്തിന്റെ പേരിൽ? എനിക്ക് ഇതും പലരും വിട്ടുന്നു. സ്കൂളിലൊക്കെ നടക്കുന്ന സംഗതികൾ പെൺകുട്ടികൾക്കൊന്നും ഒരു ഹയാവും ഇല്ലാതെ അറിയാത്തോണ്ടാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ഖുർആന്റെ വെളിച്ചും തണലും ക്ലാസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്കും ഇപ്പൊ അതൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നൂല. നമ്മളതിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ടാവും. നമ്മൾ അവരൊന്നും ആക്ഷേപിക്കല്ല, ഗുണകാംക്ഷയോട് പറയാണ്. ഓൽക്കത് അശ്രദ്ധയാണ്, ഓൽക്കത് മനസ്സിലാണില്ല. എന്താ ഒരു എന്നോട് ചോദിച്ചു, ഇപ്പൊ ഈ കുട്ടികളൊക്കെ ഓണത്തിനൊക്കെ സാരിയും അതിന്റെ ഒരു സാരി എന്താ സെറ്റ് സാരിയോ അമ്മ വെള്ളിയാഴ്ചയാണുള്ളത് ഞാൻ കണ്ടത്. ആ വെള്ളിയാഴ്ച ഞാൻ കൊത്തുപഞ്ഞ് പോയി നോക്കുമ്പോൾ ബ്ലോക്കിന്റെ അങ്ങേയറ്റത്തെ ബ്ലോക്ക്, വണ്ടിയൊക്കെ കാല് കടഞ്ഞിട്ട് വണ്ടി ഓട്ടോമാറ്റിക് ആക്കേണ്ടിരുന്നൊക്കെ തീരുമാനിച്ചതെന്നാണ്. അങ്ങനെ പോകണേ ഈമാനോടെ പോട്ടെ. ഒരു സാരി എടുക്കാനൊക്കെ പോണ ഈമാനാണെങ്കിൽ തെറിച്ചാ പോണ എന്താ പറയാ, ജലദോഷം പിടിച്ചു പോകണു എന്നാ അങ്ങോട്ട് പോട്ടെ, ആ വിശ്വാസം കൊണ്ട് പോട്ടെ എന്നൊക്കെ പറഞ്ഞാല് അത് ഈ പറയുന്ന മൂല്യന്മാരുള്ള ഇറക്കാണേക്കാളും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുക. അല്ലെങ്കിൽ ആ പറച്ചിലോട് കൂടെ തന്നെ ആള് മുർത്തതാവും. അങ്ങനത്തെ ഒക്കെ വർത്താനങ്ങളാണ് പറയണത്. ഈ വർത്താനാണ് അപകടം. എന്നമാർക്ക് അതൊക്കെ ശരിക്കും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അതിനിപ്പോൾ മൂല്യരും കാലിയൊന്നും വേണ്ടല്ലോ, അവനാന്റെ പെരി അവനോ പറഞ്ഞാൽ മതി. പെരിന്നാണല്ലോ ഈ വരണമൊക്കെ, ഈ ആണുങ്ങളൊക്കെ ഉള്ള പെരിന്നാണല്ലോ, ഈ വാപ്പാര മക്കളൊക്കെ തന്നെയാണല്ലോ. അപ്പോൾ ഓരോ ന്യായം എന്താ അറിയോ, അതിപ്പോൾ ഒരു ഡ്രസ് കോഡല്ലേ ഇപ്പാന്ന് ചോദിച്ചിട്ടുണ്ടോ ആര്, എൻ്റെ മോന്
സാരി എടുത്ത ആളല്ല ചോദിക്കണുണ്ടോ, എടുക്കുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പോതില്ല ഒരാളാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയപ്പോൾ ശരിയാണ് പറഞ്ഞു. എന്താണ് ഇപ്പോൾ ഓണം ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ആഘോഷം എന്നുള്ളതിൽ ആർക്കും തർക്കമുണ്ടോ? ഇതിനെ പൂക്കളിടുന്നത്, പൂക്കളെ തൃക്കാക്കരയാണല്ലോ ഈ വാമന ദൈവത്തിനുള്ള ക്ഷേത്രം ഉള്ളത്. അങ്ങോട്ട് പോണതിന് പകരം ഇവിടെ പൂക്കളം ഇട്ടിട്ട് മൂർത്തികളെ വെക്കുന്നുണ്ട്. അതിനാണ് ഈ പൂക്കളം. അപ്പൊ ഒരു ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട ഉത്സവം എന്നുള്ളതിൽ തർക്കമില്ല. അപ്പൊ നമുക്ക് അതിനുള്ള നിലപാട് എന്താ വെച്ചാല് നമ്മളെ ഫുഖഹാക്കള് ഇമാമിങ്ങൾ പറഞ്ഞത് അതിൽ വിശ്വസിക്കാൻ പാടില്ല, അതിനോട് തുല്യമാകാനും പാടില്ല, അതിനോട് യാതൊരു മുഷാബത്തും കൽപ്പിക്കാതെ അതിൽ പങ്കെടുത്തുകൊണ്ട് ഒരു ചോറ് വെച്ചുകൊണ്ടൊന്നും കുഴപ്പമില്ല എന്നുള്ള മസലക്കുണ്ട്. ഇത് തുല്യമാകലല്ലേ? ഈ പൂക്കളിടലും ഈ സാരി എടുക്കലൊക്കെ തുല്യമാകണ വിഷയമല്ലേ? അപ്പൊ അത് ഹറാമാണ്. അത് പറഞ്ഞപ്പോൾ എന്റെ മോനോട് നിന്നു. അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞെടുത്തൂടെ? അപ്പോൾ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. കിട്ടുന്ന ചാൻസിലൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം, തടയേണ്ടത് തടയണം, നന്മ ഉപദേശിക്കണം, തിന്മ തടയണം. അത് ഈ ഉമ്മത്തിന്റെ ഒരു ഐഡന്റിറ്റിയാണ്. അത് നാവുകൊണ്ട് പറ്റുമെങ്കിൽ നാവുകൊണ്ട് പറയാ, കൈയോണ്ട് പറയേണ്ടടുത്ത് കൈയോണ്ട് എന്താക്കുക, തടുക്കുക. അതില്ലെങ്കിൽ മനസ്സുകൊണ്ട് തന്നെയെങ്കിലും. യൂട്യൂബിലൊക്കെ ഓരോ മൂപ്പന്മാരുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഭയങ്കര ആഘോഷം ഉണ്ടായത്. വേറെ ആള് പറഞ്ഞു ഇവർക്കൊന്നും ഹൈന്ദവ സഹോദരന്മാർക്കൊന്നും കിട്ടിയില്ലോ ഈ സെറ്റ് സാരി ഇതൊക്കെ പടക്കപ്പാടെ മാപ്പിളാരനെ കൊണ്ടുപോയിട്ട് ഓൽക്കുള്ളത് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് കിട്ടിയിട്ടില്ല. ശരിക്കും എൻ്റെ അവകാശികൾക്ക് അതിൽ ദുൽമയാണ്. എന്തൊരു പാടില്ല. അപ്പോൾ ഇൻഷാ അല്ലാ അതൊക്കെ പറയാ, നല്ല മൃദുലമായിട്ട് പറഞ്ഞു കൊടുക്കണം, വളരെ സ്നേഹത്തിൽ പറഞ്ഞു കൊടുക്കുക. നമ്മളിപ്പോൾ ഈ മാർഗത്തിൽ അല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് മുമ്പിലുണ്ടാവും. ഞാനൊക്കെ മുമ്പിലുണ്ടാവും തന്നെ. ഞാനിപ്പോൾ ഈ മേഖലയിലൊക്കെ ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഞാൻ എന്താ നാട് തീർച്ചയായിട്ടും കാണണ്ടൊക്കെ ചോദിക്കണം, അതിലേക്ക് ഞാനൊക്കെ ഉണ്ടാകാതെ എനിക്ക് തോന്നുന്നത്. സ്കൂളിപ്പോൾ വളരെയധികം അനർത്ഥങ്ങളും സംഗതികളും. പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് തങ്ങളെ ഇതിലൊന്നും, അതായത് വർഗീയ ശക്തികളുടെ ഇടപെടലുകൾ കൊണ്ടൊന്നും തങ്ങളുടെ ഓണാഘോഷത്തെ വേർതിരിക്കാൻ പറ്റുകയില്ല. കാരണം സ്കൂളുകളിലും കോളേജുകളിലെല്ലാം ഓണം ആഘോഷിക്കേണ്ടത് ഒരേ മനസ്സോടു കൂടിയാണ് എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞു വന്നിരിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ വ്യത്യസ്ത മതക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പാടും ഇത് പാടില്ല എന്നൊന്നും ഉസ്താദുമാരും പാദ്രിമാരും പറഞ്ഞിട്ടെ, പക്ഷെ തങ്ങളുടെ ഇടയ്ക്ക് ഇതൊന്നും പാടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം വിദ്യാർത്ഥികൾ എന്താണോ അവരുടെ ഓരോ ആഘോഷവേളകളും അവർക്ക് ഓരോരോ മൊമെന്റ്സ് ആണ്. കാരണം പിന്നീട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ തങ്ങളുടെ ഓണാഘോഷം ഇങ്ങനെ ആയിരുന്നു എന്ന് കാണിക്കാൻ പാകത്തിന് അവർ അതെല്ലാം വളരെ വ്യക്തമായിട്ട് ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദുമാർക്കും പാദ്രിമാർക്കും ഇതിനെ എതിർത്തവർക്ക് എല്ലാവർക്കും നല്ല മറുപടി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്താണെങ്കിലും ഈ ഉസ്താദിന്റെ വീഡിയോ വൈറലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു ന്യായീകരണമായിട്ട് വരുന്നുണ്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചേ, ഞാൻ പറഞ്ഞതിന് ആളുകൾ വളച്ചൊടിക്കുകയാണെന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ 2-3 കൊല്ലമായിട്ടാണ് ഇത്രയേറെ അസഹിഷ്ണുത ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ഒരു വിഭാഗീയത വന്നിരിക്കുന്നത്. ഓണം എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? കാരണം കേരളത്തിലെ ദേശീയോത്സവമാണ് ഓണം. അത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ഇവിടെയുള്ള സകല, അതായത് മതത്തിലുള്ള ഒരു ജാതി ഭേദം മതമന്യേ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. നമ്മുടെ ദേശീയ ഉത്സവമാണ് മലയാളികളുടെ. ആ മലയാളികളുടെ ദേശീയോത്സവത്തെ തന്നെ ഇത് ആഘോഷിക്കാൻ പാടില്ല, അത് ആഘോഷിക്കണം. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ ഓണക്കോടിയൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. പല മത വിഭാഗക്കാരുടെ കടകളാണ്. ആ കടകളെല്ലാം ഓണാഘോഷത്തെ പറ്റി ഇവർ ബഹിഷ്കരിക്കുന്നുണ്ടോ? അത് ഓണക്കച്ചവടങ്ങൾ ബഹിഷ്കരിക്കാൻ ഏതെങ്കിലും ഈ ഉസ്താദുമാരും പാതിരിമാരും പച്ചയ്ക്ക് പറയുന്ന വർഗീയത നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും പൈസ വേണം, അതായത് ഓണക്കച്ചവടം നടക്കണം, പക്ഷെ ഓണാഘോഷത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്ത് തരം വിരോധാഭാസമാണ്? കഴിഞ്ഞ ദിവസം അൽ ഫറൂഖ് കോളേജിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി വന്ന വിദ്യാർത്ഥികൾ, അതായത് അവിടെ വന്ന് സെറ്റ് സാരി കൊടുത്ത് വന്ന വിദ്യാർത്ഥികളെ അകത്തേക്ക് കയറ്റിയില്ല എന്നൊരു വാർത്ത കേട്ടു. എന്തിനാണ് ഇവിടെ കോളേജിലും സ്കൂളുകളിൽ പോലും ഇത്തരത്തിലുള്ള വിഭാഗീയത ഇവർ കാണിക്കുന്നത്? കാരണം അല്ലെങ്കിൽ തുടക്കത്തിൽ ഇവർക്ക് അങ്ങനെ ഒരു ആഘോഷമേ വേണ്ടെന്ന് പറഞ്ഞാൽ പോലെ ഓണാഘോഷമാണ്. ആ ഓണാഘോഷത്തിൽ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തെ പോലും ഇവർ ഇങ്ങനെയൊക്കെ വിഭാഗീയത കാണിച്ച് വർഗീയത കുത്തിക്കയറ്റി പിള്ളേർക്കിടയിൽ തന്നെ വിഭാഗീയത ചിത്രീകരിക്കുന്ന ഇത്തരം സ്കൂളുകളെയും കോളേജുകളെയാണ് ആദ്യമേ തന്നെ നിരോധിക്കേണ്ടതും അവർക്കെതിരെ കർശനമായ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതും. എന്താണെങ്കിലും തങ്ങളെ വേർതിരിക്കാൻ, തങ്ങളുടെ മനസ്സിൽ വിഭാഗീയതയുടെയും വർഗീയതയും വിത്ത് മുളപ്പിക്കാൻ പെടാപ്പാടുപെട്ട പാതിരിമാർക്കും ഉസ്താദുമാർക്കും നല്ല രീതിക്ക്, അതായത് തങ്ങൾ നൃത്തം കളിച്ച് അല്ലെങ്കിൽ തങ്ങൾ ഓണം ആഘോഷിച്ച് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ് ഇവിടത്തെ പുതുതലമുറ. ആ പുതുതലമുറയ്ക്കാണ് നമ്മൾ കയ്യടി കൊടുക്കേണ്ടത്. കാരണം ഇതൊന്നും കൊണ്ട് ഞങ്ങളെ തളർത്താൻ കഴിയില്ല, ഞങ്ങളുടെ മനസ്സിലേക്ക് വർഗീയതയുടെ വിത്തുകൾ മുളപ്പിക്കാൻ പറ്റില്ല എന്ന് അവർ തന്നെ വ്യക്തമാക്കി കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ തന്നെയാണ് പറയേണ്ടത്. കാരണം കേരളത്തിലെ ദേശീയോത്സവമായ ഓണത്തെ പോലും ഇവർ വർഗീയത കൊണ്ട് ചിത്രീകരിക്കുമ്പോൾ അതിൽ വർഗീയത ഒന്നും തങ്ങളുടെ മനസ്സിൽ വരില്ല, മുളവെടുക്കില്ല എന്ന് പറയുന്ന ഇത്തരം ചിന്താഗതിയുള്ള പിള്ളേർ അല്ലെങ്കിൽ പുതുതലമുറ തന്നെയാണ് നമുക്ക് വേണ്ടത്.